ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ കമ്പനിയിൽ കണ്ട പോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ യൂണിവേഴ്സിറ്റീസിലെ എക്സാം ആയിരുന്നല്ലോ ഇന്ന്. അപ്പോൾ എല്ലാവർക്കും എക്സാംസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഫീൽ ചെയ്തേക്കുന്നത്? ഈസി ആണോ, മോഡറേറ്റ് ആണോ, ടഫ് ആണോ? അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത് മിക്കവാറും ഇന്ന് ലേറ്റ് നൈറ്റ് ആയിട്ടും വരുന്നുണ്ടാവും. ഇപ്പൊ തന്നെ 8 മണി ആയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ അത് റെൻഡർ ചെയ്തിട്ട് ഔട്ടായിട്ട് വരുമ്പോഴത്തേന് ഡിലേ ആവും. അപ്പോൾ ലേറ്റ് നൈറ്റ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ മിക്കവാറും നിങ്ങളിത് നാളെ 21-നായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക. എനിവേ, നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് പോവാം. അപ്പോ ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. ഇൻ ദ സർക്യൂട്ട് ബിലോ വാട്ട് ഈസ് ദി മാക്സിമം പവർ ട്രാൻസ്ഫർ ടു ദി ലോഡ്? ഇവിടെ എന്താ ലോഡ് റെസിസ്റ്റൻസ് വേരിയിങ് ആണ്. അപ്പോ നമുക്ക് ഡയറക്റ്റ് അവിടെ ഇക്വേഷൻ യൂസ് ചെയ്യാം. പി മാക്സ് നത്തിങ് ബട്ട് വി ടി എച്ച് സ്ക്വയർഡ് ബൈ 4 RTH അല്ലെ. അപ്പൊ വി ടി എച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്താ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് റിമൂവ് ചെയ്താൽ വി ടി എച്ച് പറഞ്ഞാൽ 20 തന്നെ കിട്ടുന്നുണ്ടാവും അല്ലെ. 20 × 20 ഡിവൈഡ് ബൈ ആർ ടി എച്ച് ആണ്. നമ്മൾ എന്താ വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലോഡ് റെസിസ്റ്റൻസിന്റെ ടെർമിനൽ നോക്കുമ്പോൾ അത് RTH 5 തന്നെയാണ് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ 20 × 20 ബൈ 4 × 5 20 വാട്ട്സ് ആണ് വരുന്നുണ്ടാവും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നമ്മളെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോട്ടോ. ഓക്കെ, എല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡിറ്റർമിൻ ദി കറന്റ് ഡ്രോൺ ബൈ ദ സർക്യൂട്ട് ഷോൺ ബിലോ. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. കൺഫ്യൂഷൻ ഒന്നുമില്ല. ഈ സ്റ്റാറിന് എന്താ കറസ്പോണ്ടിങ് ഡെൽറ്റ ആക്കിയിട്ട് മാറ്റിയാൽ മതി. ഓക്കെ, ഡെൽറ്റ ആക്കിയിട്ട് മാറ്റുമ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റർ വരുന്നുണ്ടാവും, ഇവിടെ ഒരു റെസിസ്റ്റർ വരുന്നുണ്ടാവും, ഇവിടെ ഒരു റെസിസ്റ്റർ വരുന്നുണ്ടാവും. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്തതാ? ഇവിടെ ഒരു 3 ഓം ഉണ്ട്. അപ്പൊ പുതിയ റെസിസ്റ്ററിന്റെ വാല്യൂസ് ഒക്കെ എന്താ വരിക? ഡെൽറ്റന്ന് സ്റ്റാറിലേക്ക് കൺവേർട്ട്, സോറി, സ്റ്റാറിന്ന് ഡെൽറ്റയിലേക്ക് കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചില്ലേ? ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ 2 ആണെങ്കിൽ 2ന് എന്ത് 3 കൊണ്ട് മൾട്ടിപ്ലൈ 6 ഓം, 6 ഓം, 6 ഓം വരുന്നുണ്ടാവും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു രീതിയിൽ സർക്യൂട്ട് എഴുതുന്നുണ്ടാവും. അപ്പൊ ഇവിടെ 6ഉം 6ഉം പാരലൽ, 6ഉം 6ഉം പാരലൽ വരുമ്പോൾ 3 വന്നു. ഇവിടെ 6ഉം 6ഉം പാരലൽ 3 വന്നു. ഇവിടെ 6ഉം 6ഉം പാരലൽ 3 വന്നു. ഇവിടെ ഓൾറെഡി ഒരു 3 ഓം ഉണ്ട്. ഇവിടെ 50 വോൾട്ടും ഉണ്ട് അല്ലെ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ 3 3 6, 6 പാരലൽ വിത്ത് 3, അതിന് സീരീസ് ആയിട്ട് ആർ ഈക്വലന്റ് വരും. ആർ ഈക്വലന്റ് 3 പ്ലസ് 6 പാരലൽ വിത്ത് 3. അപ്പൊ എത്ര വരും? 3 പ്ലസ് 3 18/9 2 വരും അല്ലെ. അപ്പൊ 5 ഓം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വേണ്ട? ഐ ആണ് കണ്ടത്. ഐ ഈസ് നത്തിങ് ബട്ട് 50/R=50/5 10 ആംപിയർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, വേറെ ഒന്നുമില്ല ഇതിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഒരു ആൻസർ വരാം. വോൾട്ടേജ് വി തന്നിട്ടുണ്ട്. The voltage V is equal to is applied across an RLC series circuit where R is equal to XL is equal to XC. The current through the circuit will be. കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എത്ര ആൻസർ വരിക? ഐ ഈസ് നത്തിങ് ബട്ട് വി ബൈ സെഡ് അല്ലേ. ഐ ഈസ് നത്തിങ് ബട്ട് വി ബൈ സെഡ്. വി എന്ന് പറയുമ്പോൾ 20 വി എം ആയിട്ട് എടുക്കാം. ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലെ. റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പൊ 25 മൈനസ് 20 എന്ന് പറയുമ്പോൾ 5 തന്നെ വന്നു. അപ്പൊ 20/റൂട്ട് ഓഫ് 25 പ്ലസ് 25 50 വന്നു. അപ്പൊ 50 എങ്ങനെ എഴുതാം? 25√2 എന്ന് എഴുതാം അല്ലെ. സോറി, റൂട്ട് ഓഫ് 25 × 2, റൂട്ട് 25 5 വരും. അപ്പൊ 20/5√2 എന്ന് വരും. അപ്പൊ എത്ര വരും? 4/√2 എന്ന് വരും അല്ലെ. 4/√2. പക്ഷെ ഇവിടെ നമുക്ക് എന്തായിരിക്കുന്ന IM മാക്സിമം ആണ് കിട്ടിയേക്കുന്നത്. പക്ഷെ നമുക്ക് എന്താ വേണ്ടേ? RMS വാല്യൂ വേണ്ടേ. അപ്പൊ RMS വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ഐ എസ് നത്തിങ് ബട്ട് VM/√2. അപ്പോ 40, സോറി, ഇപ്പൊ തരും IRMS ഈസ് ഇക്വൽ ടു VM/√2. അപ്പൊ 4/√2 ഡിവൈഡ് ബൈ √2 അല്ലെ. അപ്പൊ എന്നിട്ട് 4/2 വരും. 4/2 ഈസ് നത്തിങ് ബട്ട് 2 ആംപിയർ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. തെറ്റിക്കരുത് കേട്ടോ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ തെറ്റാൻ എന്താ സാധ്യത അവിടെ കൂടുതലുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടീഷൻ ഇസ് ട്രൂ ഫോർ ബോത്ത് സീരീസ് ആൻഡ് പാരലൽ റെസൊണൻസ്? സീരീസും പാരലൽ റെസൊണൻസിന്റെ കേസിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക? കറണ്ട് മിനിമം ആണെന്നും പറയാൻ വേണ്ടി പറ്റില്ല, ഇംപെഡൻസ് മിനിമം ആണെന്നും പറയാൻ വേണ്ടി പറ്റില്ല അല്ലെ. അപ്പൊ പവർ ഫാക്ടർ യൂണിറ്റ് അല്ലേ വരുന്നുണ്ടാവുക? ഓപ്ഷൻ ഡി അല്ലേ. ഓക്കെ, ബെറ്റർ ചോയ്സ് അവിടെ ഓപ്ഷൻ ഡി ആണ് വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. കാൽക്കുലേറ്റ് ദി ഫോം ഫാക്ടർ ഓഫ് ദി ഹാഫ് വേവ് റെക്ടിഫൈഡ് സ്ക്വയർ വോൾട്ടേജ് ഷോൺ ബിലോ ഈസ്.
നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ വാല്യൂ എന്താ വരിക? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1.414 ആണ് വരുന്നുണ്ടാവുക. ഇതെങ്ങനെ ചെയ്യാം? നമുക്കിവിടെ ആവറേജ് വാല്യൂ, ആവറേജ് വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിത് ആയിട്ടും ഇത് T/2 ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻറ്റു T/2 പ്ലസ് ഇതെന്താ 0 വരും ബൈ ടോട്ടൽ ടി. അപ്പോൾ ടിയും കട്ടായി ബാക്കി എന്താ VM/2 ആണുള്ളത്. അതിനടുത്ത് RMS വാല്യൂ റൂട്ട് ഓഫ് VM² ഇൻറ്റു T/2 പ്ലസ് വരും 0 ഡിവൈഡ് ബൈ ടി. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാലോ VM² റൂട്ട് വരുമ്പോൾ VM വരും. VM ഇൻറ്റു ടിയും കട്ടായി അപ്പോൾ VM/√2 വരും. ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നത്തിങ് ബട്ട് RMS ബൈ ആവറേജ് വാല്യൂ അല്ലേ. RMS വാല്യൂ എന്ന് പറയുമ്പോൾ VM/√2 ഡിവൈഡ് ബൈ VM/2. അപ്പോൾ എത്ര വരും? VM/√2 ഡിവൈഡ് ബൈ VM/2. 2 മുകളിലേക്ക് പോയി VM കട്ടായി അപ്പോൾ √2 എന്ന് കിട്ടും. √2 എന്ന് വെച്ചാൽ 1.414. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ബൈ ഹാർട്ട് വേണമെങ്കിൽ ബൈ ഹാർട്ട് പഠിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താ സിമ്പിൾ ആയിട്ട് ഇത്ര പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് അവിടെ കട്ട് ചെയ്തിട്ട് എടുക്കാൻ ഡെറൈവ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മച്ച് എനർജി സ്റ്റോർഡ് ബൈ 100 മില്ലി ഹെൻറി ഇൻഡക്ടൻസ് വിത്ത് എ കറന്റ് ഓഫ് 1 ആംപിയർ? ഇത്ര ആൻസർ വരിക ഇതുള്ള ½ LI² ആണല്ലേ. ½ LI². ഹാഫ് ഇൻറ്റു എല്ലിന്റെ വാല്യൂ 100 ഇൻറ്റു 10⁻³ ഇൻറ്റു ഐയുടെ വാല്യൂ 1. അപ്പോൾ 100/2 എന്ന് പറയുമ്പോൾ 50 ഇൻറ്റു 10⁻³ അല്ലേ. അപ്പോൾ 0.05 ജൂളാന്ന് വരുന്നുണ്ടാവും. ഓക്കെ, ജസ്റ്റ് എന്താ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഏഴാമത്തെ ക്വസ്റ്റൻ നോക്ക്. എ കോയിൽ ഹാസ് an inductance of 0.35 Henry and is joined in series with a resistance of 110 ohm. When an alternating voltage is 220 volt and 50 hertz is applied to it, the wattless component of the current is. ഇതിലിപ്പോ നിങ്ങൾ വാട്ട്ലെസ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഡൗട്ട് വരും. വാട്ട്ലെസ് കംപ്ലൈന്റ് എന്ന് പറയുന്നത് I sin phi ആണ് അല്ലെ. ഫസ്റ്റ് നിങ്ങൾ എന്താ ഇവിടെ ഐയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഐയുടെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം എന്താ സൈൻ ഫൈ കണ്ടുപിടിക്കുക. സൈൻ ഫൈ എന്ന് വെച്ചാൽ കോസ് ഫൈ എന്ന് വെച്ചാൽ R/Z ആണ്. സൈൻ ഫൈ എന്ന് വെച്ചാൽ X/Z ആണ് അല്ലെ. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്താ ആൻസർ കിട്ടുന്നുണ്ടാവും. ഐ സൈൻ ഫൈ സോറി വാട്ട്ലെസ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഐ സൈൻ ഫൈ ആണ്. അപ്പോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 1 ആംപിയർ എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ദ റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് എ ആൻഡ് ബി ഓഫ് ദി സർക്യൂട്ട് ഷോൺ ഈസ്. ഇതേപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണല്ലേ. അങ്ങനെ ചെയ്യാം. എയും ബിയും. ബ്രിഡ്ജ് എന്തായി പെട്ടെന്ന് നോക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. ഇതെന്താ ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷൻ ആണ്. ഓപ്പോസിറ്റ് ആംസിന്റെ പ്രൊഡക്റ്റ് എന്താ സെയിം ആണ്. അപ്പോൾ 2 ഓം നമുക്ക് അവിടെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 2 സീരീസ് ആയി, ഈ 2 സീരീസ് ആയി, അതിന് പാരലായിട്ട് 4 ഓം. അപ്പോൾ 4 പാരൽ വിത്ത് 4 എന്ന് പറയുമ്പോൾ 2 ഓം ആണ് വരുന്നുണ്ടാവും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. അങ്ങനെയാ the form factor of a sinusoidal wave is 1.11 and then the form factor of the triangular waveന്റെ ഫോം ഫാക്ടർ എന്ന് പറയുമ്പോൾ എത്ര വരിക? 1.155 ആണ് വരുന്നത് അല്ലെ. 1.155. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1, മോർ ദാൻ 1 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, മോർ ദാൻ 1. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഡോട്ട് കൺവെൻഷൻ ഇൻ കപ്പിൾഡ് സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു. ഡോട്ട് കൺവെൻഷൻ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക? ടു ഡിറ്റർമിൻ ദി പൊളാരിറ്റി ഓഫ് ദി മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇൻ ദി കോയിൽസ് ആണ് ഉണ്ടാവുക. ഓക്കെ, 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഒരു അസേഷൻ ഒരു റീസൺ തന്നിട്ടുണ്ട്. അത് ഏതാണ്, കറക്റ്റ് ആണോ ഫോൾസ് ആണോ എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പറയാം. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ക്രോസ് ഈച്ച് അതർ. ശരിയാണ് അല്ലെ. പിന്നെന്താ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്യാൻ നെവർ ഫോം എ ക്ലോസ് ലൂപ്പ് അറൌണ്ട് ദി എംപ്റ്റി സ്പേസ്. അതും എന്താ ശരിയാണ്. പക്ഷെ ആർ എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഷോർട്ട് ഡൈപോൾ ഓഫ് ദി മാഗ്നറ്റിക് മൊമെന്റ് 2√2 Ampere/meter² at a point 2 meter away from it's along the axis of the dipole. ഇതെങ്ങനെ ചെയ്യാം? ഇത് നിങ്ങളൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ ബി ഈസ് നത്തിങ് ബട്ട് 0/4π into m/r³ എന്നുള്ള രീതിയിൽ ഇൻറ്റു √3 cos² θ + 1 ഒക്കെ ഉണ്ട്. ഈ ഒരു കേസിൽ എന്താ നമുക്ക് ബി ഈസ് ഇക്വൽ ടു 0/4π into m/r³ ചെയ്താൽ മതിയാവും. മ്യൂസറോയുടെ വാല്യൂ എത്ര? 4π into 10⁻⁷ ഡിവൈഡ് ബൈ 4π
എമ്മിന്റെ കാര്യത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് 2√2 തന്നിട്ടുണ്ട് ഡിവൈഡ് ബൈ 2 മീറ്റർ എവേ എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ 2 ക്യൂബ്. അപ്പൊ 4/4 കട്ടപ്പോ 10⁻⁻7 ഇൻറ്റു √2 ഡിവൈഡഡ് ബൈ 2 വരും അല്ലെ. അപ്പോ ചെയ്ത് കഴിഞ്ഞാലോ 10⁻⁻7/√2 എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവുക അല്ലെ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. 10⁻⁻7/√2 എന്നുള്ള രീതിയിൽ ഓപ്ഷൻ എ ആയിരിക്കും കിട്ടുന്നുണ്ടാവും. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഇതിൽ നമ്മൾ പറഞ്ഞ ആൻസർ ആയിട്ട് ഇതിനെ താഴ്ന്ന് കമന്റ് ചെയ്താൽ മതി. പെട്ടെന്നൊന്ന് വാർത്തയിൽ പെട്ടെന്ന് ചെയ്ത് പോകുന്നതാണ്. ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴ്ന്ന് കമന്റ് ചെയ്താൽ മതി കേട്ടോ. 13 നോക്ക്. A circular loop is moving out of uniform magnetic field region to a field-free region with a constant velocity v. The field is normal to the loop. Then എന്താ പറയാ, the induced EMF is in the loop is varying അല്ല, EMF is varying രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ബി ആണ് അവിടെ വരുന്നുണ്ടാവുക. The current carrying infinitely long wire is kept along the diameter of the circular wire loop without touching it. Then the correct statement is the EMF induced in the loop is zero if the current is constant. ശരിയാണ്. The EMF is induced in the loop is finite if the current is constant. അങ്ങനെ പറയാൻ പറ്റില്ല. The EMF induced in the loop is zero if the current decreases at the steady state. Okay. ഓപ്ഷൻ 1 ഉം 3 ആണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക അല്ലെ. ഓക്കെ, 1 എന്തായാലും കറക്റ്റ് ആണ്. 3യും അതെ അങ്ങനെ തന്നെ സി തന്നെയാണ് വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, the current in a 0.5 millihenry coil increases by 200 milliampere in 0.1 second. The induced EMF will be E is nothing but minus L into dA by dt അല്ലെ. അപ്പോൾ minus 0.5 into 10⁻³ into change in current 200 0.1. അപ്പോൾ 0.5 കട്ടായി പോയി, പോയിന്റ്സ് പോയിട്ടുണ്ട്. 5 into 200 1000ഉം 10⁻³ കട്ടായി പോയി. അപ്പൊ എത്രയുള്ള ആകെ -1 milliwatt. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, -1 milliwatt ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം ഇതാണ്. A moving conductor in a magnetic field can be replaced by a battery of EMF E is equal to BLV, and the negative terminal is that end towards which electrons are moving due to the magnetic force. And the reason എന്താ പറയുക, the dynamically induced EMF will be exist only when all the three magnetic field of B Weber per meter square, terminal velocity of V meter per second, and the conductor length of 1 meter are mutually perpendicular. അല്ലെ, അതെ, ബി എൽ ക്രോസ് വി എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഈസ് നത്തിങ് ബട്ട് ബി എൽ ക്രോസ് വി അല്ലെ. അപ്പൊ ബി എൽ വി സൈൻ തീറ്റ എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അല്ലെ. ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എൽ ക്രോസ് വി എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ബി എൽ വി സൈൻ തീറ്റ എന്നുള്ള രീതിയിൽ. അപ്പൊ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആകുമ്പോൾ തീറ്റ എന്താ 90 ഡിഗ്രി ആയിട്ടുണ്ടാവും. 17ാമത്തെ ക്വസ്റ്റൻ നോക്ക്. A constant current is maintained in a solenoid. Which of the following quantities will increase if an iron rod is inserted in the solenoid along its axis? The magnetic field at the center വരുന്നുണ്ടാവും, പിന്നെ the magnetic field linked with the solenoid അല്ലെ. ഓപ്ഷൻ എ ആണ് വരുന്നുണ്ടാവുക. The radius of the circular coil having 50 turns is 2 centimeter, and its plane is normal to the magnetic field, and the magnetic field changes from 2t to 4t in 3.14 seconds. The induced EMF in the coil will be ഇത് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താ, -n into b2 minus b1 into a cos theta. ഡയറക്റ്റ് ഇക്വേഷൻ. എന്റെ വാല്യൂ എത്ര തന്നിരിക്കുന്നത് 50 ടേൺസ്. b2 minus b1 4t minus 2t 2 into എയുടെ വാല്യൂ ഡിവൈഡ് ബൈ dt കൂടി ഉണ്ടല്ലോ അല്ലെ, മറന്നു. ഓക്കെ, ഡിവൈഡ് ബൈ dt കൂടി ഉണ്ട്. എയുടെ വാല്യൂ എത്ര തന്നിരിക്കുന്നത്, റേഡിയസ് ആണ് തന്നിട്ടില്ല. ഓക്കെ, റേഡിയസ് 2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് πr². അപ്പോ റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. 20 സെന്റിമീറ്റർ നമ്മൾ ജസ്റ്റ് മീറ്ററിലേക്ക് മാറ്റാം. π into 2 into 10⁻², the whole square into cosine of the
നോർമൽ എന്ന് തന്നിട്ടുണ്ട് അല്ലെ? നോർമൽ നോർമൽ എന്ന് പറയുമ്പോൾ കോസ് സീറോ അല്ലെ? കോസ് സീറോ 1i ഡിവൈഡഡ് ബൈ ഡി ടി 3.14 സെക്കൻഡ്. 3.14 സെക്കൻഡ് നമുക്ക് കാൽക്കുലേഷൻ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ്. പയ്യും പയ്യും കട്ടായി പോകുമല്ലോ. ഓക്കെ, പയ്യും പയ്യും കട്ടായി പോകും. അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് എഴുതി കഴിഞ്ഞാൽ 50 × 200 100 × 2 സ്ക്വയർ 4 × 10⁻⁴ എന്നുള്ള രീതിയിലായിരിക്കും ആൻസർ കിട്ടുന്നുണ്ടാവും. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ നെഗറ്റീവ് ഒഴിവാക്കാം. അപ്പോൾ ഇതിന്റെ ആൻസർ വരിക 400 × 10⁻⁴. അപ്പോൾ 0.04 വോൾട്ട് വരും അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ജസ്റ്റ് അവിടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. 19th ക്വസ്റ്റ്യൻ നോക്ക്. എന്താ? എ കോമ്പോസിറ്റ് സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ടെൻഡ് ടു ബൾജ് ഔട്ട് വെൻ ക്രോസിംഗ് ഇൻ എയർ ഗ്യാപ്പ്. ദിസ് എഫക്ട് ഈസ് നോൺ ആസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഫ്രിഞ്ചിങ്. ഫ്രിഞ്ചിങ്ങിന്റെ ഡെഫിനേഷൻ എന്താ? ദി എഫക്ട് വേർ ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ബൾജ് ഔട്ട് വെൻ ക്രോസിംഗ് ഇൻ എയർ ഗ്യാപ്പ് ഇൻ കോമ്പോസിറ്റ് സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് ഈസ് കോൾഡ് ഫ്രിഞ്ചിങ് അല്ലെ? അപ്പോ അത് തന്നെയാണ് ഇവിടെ ജസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്, ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്. ഓക്കെ, 20th ക്വസ്റ്റ്യൻ. മാച്ച് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദ മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് സർക്യൂട്ട്സ്. ജസ്റ്റ് നിങ്ങൾക്ക് ഓപ്ഷൻസ് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. MMF ഇറ്റ് ഈസ് നത്തിങ് ബട്ട് EMF. പിന്നെ നിങ്ങൾക്ക് അവിടെ വരുന്ന എന്താ? പെർമിയൻസ്, കണ്ടക്ടൻസ് അല്ലെ? C2 A4C2 വരുന്ന കോമ്പിനേഷൻ ഏതാണ്? B മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് അവിടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. പിന്നെ എന്താ ഉള്ളത്? മാഗ്നറ്റൈസിങ് ഇന്റൻസിറ്റി ആണ് ഇലക്ട്രിക് ഇന്റൻസിറ്റി. പിന്നെ പെർമബിലിറ്റി, കണ്ടക്ടിവിറ്റി. ഓക്കെ, ഡയറക്റ്റ്. The magnetic field produced by the armature of a DC generator has the following effect on the main field flux. Both cross magnetization and demagnetization ആണ് വരുന്നുണ്ടാവുക. In DC shunt motor, what happens to the speed when the load is increased from no load to full load? നമ്മൾ പറയുമ്പോൾ remains constant എന്ന് പറഞ്ഞാലും എന്താ അവിടെ എന്താ സ്ലൈറ്റ്ലി റെഡ്യൂസ് ഉണ്ടാവും അല്ലെ? സ്ലൈറ്റ്ലി ചെറുതാവും. അപ്പോൾ റെഡ്യൂസ് സ്ലൈറ്റ്ലി. ഓപ്ഷൻ ബി തന്നെയാണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A 220-volt DC series motor produces 40 Newton meter torque at an armature current of 10 ampere. When the armature current is 20 ampere, the developed torque will be. നമുക്കറിയാം torque is directly proportional to armature current square of the armature current അല്ലേ? സോറി, T is directly proportional to IA square എന്ന രീതിയിൽ. അപ്പൊ അങ്ങനെയാകുമ്പോൾ 40 directly proportional to 10 square, T is proportional to 20 square. അപ്പൊ അങ്ങനെയാകുമ്പോൾ T by 40 is equal to 20 squared by 10 square 2 വരും. അപ്പോൾ T is equal to 80 എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ടാവും അല്ലെ? ഓപ്ഷൻ ബി അല്ലേ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവാം. ഓക്കെ, അപ്പോ ഇതൊക്കെ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിലിപ്പോ നിങ്ങൾക്ക് ചില സമയത്ത് എന്താ ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ചിലപ്പോൾ എന്താ ഭയങ്കര കൺഫ്യൂസിങ് ആവാം. ഓക്കെ, അപ്പോ നമ്മൾ ചെയ്തതിൽ മിസ്റ്റേക്ക് ഒന്നും വന്നില്ലല്ലോ. 20 സ്ക്വയർ ഡിവൈഡഡ് ബൈ സോറി 40 ഇൻറ്റു 4ഉം കൂടി വരും അല്ലെ? അപ്പൊ 160 വരുന്നുണ്ടാവും കേട്ടോ. 80 അല്ല, 160 ന്യൂട്ടൺ മീറ്റർ. 160 ആണ് വരുന്നുണ്ടാവും കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി 24. ഇത്ര ആൻസർ വരിക. When the load on the single phase transformer is increased from no load to full load, the core loss in the transformer will be. Core loss എന്തായിരിക്കും? Remains constant ആയിരിക്കും വരുന്നത്. അവർ ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. In 11 kV bar 110 kV star delta transformers, the phase transformation ratio is. നമുക്ക് ഇവിടെ ഉള്ളത് ലൈൻ വാല്യൂ ആണ്. അപ്പോൾ ട്രാൻസ്മിഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡറിയിലെ വോൾട്ടേജ് ഡിവൈഡ് ബൈ പ്രൈമറിയിലെ വോൾട്ടേജ്. അപ്പോൾ 110 ഡിവൈഡഡ് ബൈ 11/√3. അപ്പോൾ 10√3 എന്നുള്ള രീതിയിൽ അവിടെ ആൻസർ വരും. കാരണം വെച്ചാൽ ലൈൻ വാല്യൂ ആണ്. അപ്പോൾ വി ഫേസ് ഈക്വൽ ടു VL/√3 ആണ് അല്ലെ? ഡെൽറ്റ നേസിൽ വി ഫേസ് വിഎലും സെയിം ആണ്. സ്റ്റാർ നേസിൽ വി ഫേസ് ഈക്വൽ ടു VL/√3. അപ്പോൾ 10√3. സോറി, അങ്ങനെ തെറ്റിക്കരുത് കേട്ടോ. പെട്ടെന്ന് ഓപ്ഷൻസ് ഒക്കെ എല്ലാം ഒരേപോലെ ആകുമ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നുണ്ടാവുക. 10√3 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റ്യൻ തന്നെയാണ്. 26 നോക്ക്. A 4000 bar 400 volt delta star transformer has 10 ampere third harmonic current in all the three secondary phases. What is the magnitude of the third harmonic line current on the primary side? എന്താ വരിക? പ്രൈമറി സൈഡിലേക്ക് ആകുമ്പോൾ നമുക്കത് 0 എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവും അല്ലെ? 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. An alternator generates 400 volt for 50 hertz when excited with a 4 ampere field current. Assume the magnetic circuit is unsaturated. The generated voltage when operating at 40 hertz and 6 ampere the field current is. ഇതിലിപ്പം EMF E is equal to 4.44.
കെ പി കെ ഡി ടു ഫൈവ് എഫ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇ എം എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഫൈവ് എഫ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതാൻ, സോറി, ഫൈവ് എഫ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പോൾ നമ്മളിവിടെ സാച്ചുറേഷൻ നെഗ്ലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൈവ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എഫ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയാകുമ്പോൾ E1/E2 അല്ലെങ്കിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ എഫ് ഇൻറ്റു എഫ് എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, E1/E2 ഷുഡ് ബി ഈക്വൽ ടു IF1/IF2 ഇൻറ്റു F1/F2 എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന് E2 ഒന്ന് കണ്ടുപിടിക്കണ്ടില്ല. അപ്പോൾ E2 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, E2 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇ വണ്ണിന്റെ വില എത്ര, 400 ഇൻറ്റു IF2/IF1. IF2 എന്ന് പറയുമ്പോൾ 40/50 ഇൻറ്റു F2/F1. F2 എന്ന് പറയുമ്പോൾ, സോറി, F2/F1 ആണ് നമ്മൾ 40/50 എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പം IF1/IF2 എന്ന് പറഞ്ഞാൽ 6ഉം 4ഉം 4ഉം കട്ടായി പോയി. 50 ഇവിടെ 8 പോകും. 8 48, 480 വോൾട്ട്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. Two alternators are connected in parallel and equally share the load of an inductive load connected across the pair. The excitation of one of the alternator is increased. Then excitation increase ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലോഡ് ഷെയർ വിൽ ബി ഇൻക്രീസസ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. ബി ആണ് വരുന്നുണ്ടാവുക. 29. What happens when a set of equal low resistance is inserted in each phase of the rotor circuit of a slip ring induction motor? സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ഓപ്ഷൻ ഡി ആണ് അവിടെ വരുന്നുണ്ടാവുക അല്ലെ. ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് അറിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം the input power of a three-phase 50 Hz 1440 RPM induction motor is 22 kilowatt. The stator copper loss and core loss are 1 kilowatt each. The rotor copper loss will be, rotor copper loss എന്ന് പറഞ്ഞാൽ that is nothing but P copper is equal to slip into P in ആണ് വരുന്നുണ്ടാവുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. എന്തുള്ള ഇതൊന്നും ഇല്ലല്ലോ. അത് ചെയ്ത് ഇത് മിക്കവാറും തെറ്റിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റേറ്റർ ഇൻപുട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, 22 കിലോ വാട്ട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. സ്റ്റേറ്റർ ലോസ് എത്ര വരും, കോപ്പർ ലോസും അയൺ ലോസും കോർ ലോസും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 2 കിലോ വാട്ട് വരും. അപ്പൊ ടോട്ടൽ 22 വരെ 20 ആണ് എടുക്കേണ്ടത്. പിന്റെ വാല്യൂ 20 ആയിട്ട് എടുക്കുക, 20 കിലോ വാട്ട്. എസിന്റെ വാല്യൂ 1500 ആയിരിക്കും വരുന്നുണ്ടാവും. അപ്പൊ 1500 മൈനസ് 1440/1500. അപ്പൊ 60/1500, 6/150 അല്ലെ. 6/150 ആകുമ്പോൾ 6 പോകില്ലേ, 6 പോയി കഴിഞ്ഞാൽ 1/25 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പൊ 1/25 ഇൻറ്റു 20 ഇൻറ്റു 10³ 1025 എത്ര വട്ടം പോകും, 4 ടൈംസ് 40 ടൈംസ് പോകും അല്ലെ. 40 ഇൻറ്റു 20 800 വാട്ട്സ്. ഓപ്ഷൻ എ അല്ലേ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, ഇതിപ്പോ നിങ്ങളിപ്പം ഇവിടെ പീൻ എടുക്കുന്നത് 22 കിലോ വാട്ട് വെച്ചാൽ 880 കിട്ടും. അതേപോലെ 21 കിലോ വാട്ട് വെച്ചാൽ 840 കിട്ടും. എല്ലാ ഓപ്ഷൻസും അതിലുണ്ട്. ബെറ്റർ ചോയ്സ് ഏ തന്നെയാണ് വരുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം ഏതായാലും. 31ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. How many bits are required to represent the decimal number range from 0 to 900, 999 using binary and BCD code? Okay. ബൈനറി ആൻഡ് BCD കോഡ്. ബൈനറിയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എത്ര, 1 2 4 8 16 32 64 128 256 അല്ലെ. 256 മതിയാവില്ല, 512 വേണം അല്ലെ. 1 2 3 4 5 7 8 9 10 എണ്ണം അല്ലെ. പിന്നെന്തള്ളത്, 9 9 9, ഒന്ന് ഇതാക്കാൻ വേണ്ടി 4 എണ്ണം വേണം അല്ലെ. അപ്പൊ 3 × 4 12. അപ്പൊ ഓപ്ഷൻ സി ആണ് അവിടെ വരുന്നുണ്ടാവുക. 31 ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. ഇനി അടുത്തത് ലോജിക് എക്സ്പ്രഷൻ y ഇസ് ഈക്വൽ ടു ഇസ് ദാറ്റ് ഓഫ് എ. എന്താ വരിക, കുറെ സെലക്ടർ ഉണ്ട് അല്ലെ. സെലക്ട് ചെയ്യാൻ ഇൻപുട്ട് കുറെ ഉണ്ട്, പക്ഷെ ഔട്ട്പുട്ട് എന്താ, ഒന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് അതിമട്ട് മൾട്ടിപ്ലക്സർ മക്സ് ആണ് വരുന്നുണ്ടാവുക അല്ലെ. 32 സി ആണ്, ഓപ്ഷൻ സി മക്സ് ആണ് വരുന്നുണ്ടാവുക. കാരണം വെച്ചാൽ ഇൻപുട്ട് കുറെ ഉണ്ട്, പക്ഷെ ഔട്ട്പുട്ട് എന്താ, ഒന്നേ ഉള്ളൂ. മക്സ് ആണ് വരുന്നുണ്ടാവുക. 33. ഫൈൻഡ് ദ മിൻ ടേംസ് ഓഫ് ദി ഫോളോയിങ് ബൂളിയൻ എക്സ്പ്രഷൻ. മിൻ ടേംസ് ഒക്കെ നമ്മുടെ കേരള പി എസ് എക്സാം ചോദിച്ച കാര്യങ്ങളായി തോന്നുന്നല്ലേ. ഓക്കെ, ജസ്റ്റ് ചെയ്യാം, ഒന്നുമില്ല, ജസ്റ്റ് എന്താ സിമ്പിളാ.
എക്സ് വൈ സെഡ്. അപ്പൊ ഇവിടെ എക്സ് ബാർ വരും, ഇവിടെ എക്സ് വരും, ഇവിടെ വൈ ബാർ സെഡ്, വൈ സെഡ്, വൈ സെഡ് ബാർ അല്ലെ. ഓൾറെഡി നിങ്ങൾ പഠിച്ചു തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ ഏതൊക്കെയുണ്ട്? എക്സ് വൈ ഉണ്ട്. അപ്പൊ എക്സ് വൈ വേണമെന്നുണ്ടെങ്കിൽ എക്സ് എന്തായാലും ഉണ്ട്. പിന്നെ വൈ കോമൺ ആയിട്ട് വരുന്ന ഏതൊക്കെയുണ്ട്? വൈ സെഡ് ഉണ്ട്, വൈ സെഡ് ബാറും ഉണ്ട്. അപ്പൊ ഇതാണ് വരുന്നുണ്ടാവുക. ഇതാണ് എക്സ് വൈ. ഇനി വൈ സെഡ് എന്ന് പറയുമ്പോൾ ഇത് എക്സ് ടേം ഇല്ല. പിന്നെ എക്സ് വൈ ബാർ സെഡ്. ഓക്കെ, എക്സ് ഇത്, വൈ ബാർ സെഡ് ഇത്. അപ്പൊ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഇതിന്റെ ഇൻ ടേംസ് 0, 1, 2, 3, 4, 5, 6, 7. അപ്പൊ 1 ഇവിടെയുള്ള ഏതൊക്കെയാ ഉള്ളത്? 3-ലുണ്ട്, 5-ലുണ്ട്, 6-ലുണ്ട്, 7-ലുണ്ട്. അപ്പൊ 3, 5, 6, 7 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, 3, 5, 6, 7-ലാണ് ഉണ്ടാവുക. ജസ്റ്റ് ഇതേപോലെ. അതുപോലെ മാക്സ് ടൈം ആണെന്നുണ്ടെങ്കിലോ അത് നിങ്ങൾക്ക് ഇതേപോലെ കണ്ടുപിടിക്കാൻ പറ്റും. 0 ഉള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. 34 square wave of 1 kilohertz applied as the clock signal to the following circuit. The Q will be a square wave of dash frequency. ഇത് ഡി ആണല്ലേ. ഡി ആകുമ്പോൾ നമുക്ക് f0/2 1/2 500 ഹെർട്സ് എന്ന രീതിയിലും കിട്ടുന്നുണ്ടാവുക. ഇനി അടുത്ത മിനിമം നമ്പർ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് നീഡഡ് ഫോർ കൗണ്ടിങ് അപ് ടു 300. 300 എന്ന് പറയുമ്പോൾ 1, 2, 4, 8, 16, 32, 64, 128, 256 വരെ മതി. 1, 2, 3, 6, 7, 8, 9 തന്നെ കൊണ്ടു അല്ല. 512ലേക്ക് പോയത് അത് ഇടയിൽ കഴിഞ്ഞാൽ നമുക്ക് എന്താ 300 വരെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് to shift an 8-bit number into an 8-bit serial input parallel output shift register if the clock is set at 10 megahertz. 10 megahertz ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് അവിടെ ടി ഈസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 1/10 മെഗാഹെർട്സ് അല്ലെ. അപ്പൊ 1/10 മെഗാഹെർട്സ് ആകുമ്പോൾ 10⁻6 വന്നു, 10⁻6, 10⁻7 വന്നു. അപ്പൊ 100 നാനോ സെക്കൻഡ് എന്നുള്ള രീതിയിൽ വന്നു അല്ല. 10⁻7 വന്നു. അപ്പൊ അതിന് 100 നാനോ സെക്കൻഡ് എന്നുള്ള ഇതാണ് കിട്ടും. 8-bit ആയതുകൊണ്ട് ഇതെന്താ സീരിയൽ പാരലൽ ആണല്ലേ. അപ്പൊ അതുകൊണ്ട് 800 നാനോ സെക്കൻഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൈക്രോ പ്രൊസസർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിലിപ്പം 8085 microprocessor access two memory locations 2501H and 2502H that contains 8 bits numbers 27H and B1H respectively. The following program is executed. LXIH അതേപോലെ അതെന്താ മൂവ് ചെയ്തു അല്ലെ. അപ്പൊ ഏറ്റവും അവസാനം at the end of this program the memory location 2503X contains the number in decimal form ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇൻ ഡെസിമൽ ഫോം. അപ്പൊ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അവസാനം D2 എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് D2 എന്ന രീതിയിൽ കിട്ടുന്നുണ്ടാവും. ഓക്കെ, 2003 കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോ D2H കിട്ടുന്നുണ്ടാവും. അപ്പൊ ഇതിന്റെ വാല്യൂ ഡെസിമലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ D × 60 + 2 × 16⁻²0. അപ്പൊ എത്ര ആൻസർ വരും? 16+2 10, 11B, 12C, 13D. പത്ത് എ, 11B, 12C, 13D അല്ലേ. 6, 18 ബാക്കി 1, 78 വരാം കേട്ടോ. ഓക്കെ, 78. അപ്പൊ 8, 7, 3, 10 ബാക്കി 1, 208. 208 + 2 എന്ന് പറയുമ്പോൾ 210 അല്ല. ഓപ്ഷൻ ഡി എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക കേട്ടോ. 208 + 2 ഓപ്ഷൻ എ ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, 38 നോക്ക്. The instruction RET executes with the following series of machine cycles. Fetch, read ആയിരിക്കും വരുന്നുണ്ടാവുക. Which stack is used in 8085 microprocessors? LIFO ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ല. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് അല്ല. ഇനി അടുത്ത 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The clock frequency of an 8085 microprocessor is 5 megahertz if the time required to execute an instruction is 1.4 microsecond.
then the number of t states needed for executing is ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തില്ല, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അതിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് ആണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ടൈം റിക്വയർഡ് ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് ഇൻടു ടി ക്ലോക്ക് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്കിവിടെ എഫ് ക്ലോക്ക് നമുക്ക് തന്നിട്ടുണ്ട് 5 മെഗാ ഹെർട്സ്. അപ്പൊ അതിന്റെ ടി ക്ലോക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 1/5 മെഗാ ഹെർട്സ് അല്ലെങ്കിൽ 1/5 മൈക്രോ സെക്കൻഡ്. അപ്പൊ 0.2 മൈക്രോ സെക്കൻഡ്. ഓക്കെ, 0.2 മൈക്രോ സെക്കൻഡ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേക്കുന്നത്? നമുക്കിവിടെ ടി സ്റ്റേറ്റ്സ് ആണ് കാണിക്കുക. അപ്പൊ നമ്പർ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ടൈം റിക്വയർഡ് ടു എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ 1.5 മൈക്രോ സെക്കൻഡ്. അപ്പൊ 1.4 മൈക്രോ സെക്കൻഡ് ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് ഇൻടു 2 മൈക്രോ സെക്കൻഡ്. അപ്പൊ നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ 1.4/2. സോ 1.4/0.2. അപ്പൊ എത്ര വരും? 7 വരും. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 41. 41. A single generator has the following parameters. The generator delivering the power with a load. അത് നമുക്ക് വി സ്ക്വയർ ബൈ എക്സ് ഇൻറ്റു സൈൻ ഡെൽറ്റ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടൂലെ? നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വി സ്ക്വയർ ബൈ എക്സ് ഇൻറ്റു സൈൻ ഡെൽറ്റ ചെയ്ത് കഴിഞ്ഞാൽ 48.4 കിട്ടുന്ന എൻ്റെ ഓർമ്മ. ഓക്കെ, ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആൾട്ടർനേറ്ററിന്റെ കേസിൽ പെർ യൂണിറ്റ് വാല്യൂ കണ്ടുപിടിക്കാനുള്ളതാണ്. നമ്മൾ സെറ്റ് പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൽ ടു സെറ്റ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു കെ വി ബി ഓൾഡ് ബൈ കെ വി ബി ന്യൂ ഇൻറ്റു എം വി എ ബി ഓൾഡ് ബൈ എം വി എ ബി ന്യൂ എന്ന രീതിയിൽ അല്ലെ. അതായത് സെറ്റ് പെർ യൂണിറ്റ് ന്യൂ ഇസ് ഈക്വൽ ടു സെറ്റ് പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു കെ വി ബി ഓൾഡ് ബൈ കെ വി ബി ന്യൂ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എം ബി എ ബി ന്യൂ ബൈ എം ബി എ ബി ഓൾഡ്. അപ്പോൾ ഓൾഡ് വാല്യൂ 1.2 കിട്ടും. സെറ്റ് പെർ യൂണിറ്റ് അല്ലെ എക്സ് പെർ യൂണിറ്റിന്റെ കെ വി ബി ഓൾഡ് ബൈ കെ വി ബി ന്യൂ. അപ്പൊ 11/13.2 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എം ബി എ ബി ന്യൂ ബൈ എം ബി എ ബി ഓൾഡ് 250/150. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.38 അങ്ങനെ എന്തോ ആണ് കിട്ടുന്നുണ്ടാവും കേട്ടോ. അതൊന്നും ഓപ്ഷനിലില്ല. 1.38 സംതിങ് ആയിട്ടാണ് കിട്ടുന്നുണ്ടാവാൻ തോന്നുന്നു. ഓക്കെ, നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. 43 ദിവസം നോക്കാം. എ സിഗ്നൽ ജനറേറ്റർ ഈസ് കണക്റ്റഡ് ടു ഇൻഫിനിറ്റി ബസ് ത്രൂ എ ട്രാൻസ്മിഷൻ ലൈൻ. അപ്പൊ അത് സിസ്റ്റം എന്താണ്, സിസ്റ്റത്തിന്റെ ബിഹേവിയർ ആണ് ചോദിക്കുന്നത്. സിസ്റ്റം എന്തായിരിക്കും? ലൈക്ലി അൺസ്റ്റേബിൾ ആയിരിക്കും ആൻഡ് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ദി ഫോൾട്ട് ക്ലിയറിംഗ് ടൈം. ഫോൾട്ട് ക്ലിയറിംഗ് ടൈമിനെ ഡിപെൻഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നുണ്ടാവുക അല്ല. 44 ദിവസം നോക്കും. A three-phase 11 kV oil circuit breaker is rated at 600 ampere, 1000 MVA, 3 seconds. The symmetrical braking current is. നമുക്ക് അവിടെ ബ്രേക്കിംഗ് കറന്റ് കേസിലെ ഇക്വേഷൻ അറിയാം. എന്താ? ഐ ബി ഇസ് നത്തിങ് ബട്ട് എസ് ബൈ √3 വി എൽ അല്ലെ. എസിന്റെ വാല്യൂ നമുക്കറിയാം എത്ര? 1000 MVA തന്നിട്ടുണ്ട്. √3 വി എല്ലിന്റെ വാല്യൂ 11 kV അല്ലെ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് 52.48 കിലോ ആംപിയർ എന്ന രീതിയിൽ അവിടെ ആൻസർ കിട്ടുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 45ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എ സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് occurs in a bus with the following sequence impedances. The pre-fault voltage is 1 per unit. Calculate the fault current and voltage of the faulted phase. ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് കേസിന്റെ വോൾട്ടേജ് എന്തായിരിക്കും? ഫേസ് വോൾട്ട് വോൾട്ടേജ് ഫേസിന്റെ വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഐ എഫിന്റെ വാല്യൂ കണ്ടെത്തുക. ഐ എഫിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാം? 3/Z0 + Z1 + Z2 അല്ലെ. ഇൻറ്റു ആ ഒരു നമ്മൾ പ്രീ ഫോൾട്ട് വോൾട്ടേജ് 1 per unit ആണ് 1 അല്ലെ. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഓപ്ഷൻ എ ആയിട്ട് കിട്ടുന്നുണ്ടാവും. 3.33 per unit എന്നുള്ള രീതിയിൽ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമാണ്. അതിൽ അടുത്ത ക്വസ്റ്റൻ എന്ത് ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫോൾട്ട് കറന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഫോൾട്ട് കറന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 11.54 കിലോ ആംപിയർ എന്ന രീതിയിൽ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റൻ നോക്ക്. ഇൻ എ 5 യൂണിറ്റ് ഇൻസുലേറ്റർ സ്ട്രിംഗ് ദ വോൾട്ടേജ് അക്രോസ് ദി ലോവസ്റ്റ് യൂണിറ്റ് തന്നിട്ടുണ്ട്. സ്ട്രിംഗ് എഫിഷ്യൻസി തന്നിട്ടുണ്ട്. ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിംഗ്സ് വിൽ ബി. സ്ട്രിംഗ് എഫിഷ്യൻസി പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്ട്രിംഗ്സ് ഇൻറ്റു ലോവസ്റ്റ് സ്ട്രിംഗ് വോൾട്ടേജ് അല്ലെ. അത് നമുക്കിവിടെ ജസ്റ്റ് 85.24 ഇസ് ഈക്വൽ ടു വി ആണ് കണ്ടുപിടിക്കേണ്ട. എത്ര? 5 യൂണിറ്റ് ഉണ്ട്. ലോവസ്റ്റ് 17.5 kV ആണ്. നമ്മൾ ഇൻറ്റു 100 കാണിച്ച പെർസെന്റേജിലാണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ വി കണ്ടുപിടിക്കുക. വി കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് 74.58 രീതിയിലേക്ക് ആൻസർ ഒക്കെ എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ട്രൈ ചെയ്ത് നോക്കാം.
48ാമത് ഇതേപോലെ നിങ്ങൾക്ക് എന്താ ഡയറക്റ്റ് ചെയ്താൽ 143.24 ഡിഗ്രി പെർ സെക്കൻഡ് സ്ക്വയർ എന്ന രീതിയിൽ കിട്ടുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അവിടെ ഇട്ടുതരാം. അതേപോലെ 49ാമത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇത് ഇതേപോലെ വി സ്ക്വയർ ബൈ എക്സ് സൈൻ ഡെൽറ്റ ചെയ്ത് കഴിഞ്ഞാൽ 270.6 എന്ന രീതിയിലായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇക്വേഷൻ അത് തന്നെയല്ലേ? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. 50ാമത്തെയും എന്താ നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ എന്താ മാക്സിമം പവർ ആണ് പറഞ്ഞേക്കുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ വി സ്ക്വയർ ബൈ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ മതിയാവും. 133.33 കിലോ വാട്ടിന് കിട്ടുന്നുണ്ടാവാം. അത് ഞാൻ നോക്കിയിട്ട് പറയാം കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള. ഓക്കെ, അത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 133.33 എന്നുള്ള രീതിയിൽ തന്നെ അവിടെ കിട്ടുന്നുണ്ടാവും. അതായത് 400 അല്ല, 400 ഡിവൈഡ് ബൈ 1.2. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 133.333 കിലോ വാട്ടിന് കിട്ടും. ഓക്കെ, ജസ്റ്റ് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. മാക്സിമം പവർ ആകുമ്പോൾ 133.33 കിലോ വാട്ട് എന്ന രീതിയിലുള്ള ആൻസർ കിട്ടും. ഓക്കെ, 51 നോക്ക്. റേഷ്യോ ട്രാൻസ്ഫോർമേഷൻ ആണ് കണ്ടുപിടിക്കാൻ. ട്രാൻസ്ഫോർമേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് എത്ര ഫോർവേഡ് പാത്ത് ഉണ്ട് നോക്കാം. ഇതിൽ ഏതൊക്കെ ഫോർവേഡ് പാത്ത് ഉള്ളത്? G1 G2 G3 G4 എന്ന് പറയുന്ന മറ്റൊരു ഫോർവേഡ് പാത്ത് മാത്രമേ ഉള്ളൂ. G1 G2 G3 G4. ന്യൂമറേറ്റർ എല്ലാം സെയിം ആണ്. പിന്നെ എത്ര ഇൻഡിവിജ്വൽ എത്ര ഉണ്ട് നോക്ക്. 1 മൈനസ് G3 G1 G3 G4 H1. ന്യൂമറേറ്റർ എല്ലാം സെയിം ആണ്. കാരണം എന്താ, ന്യൂമറേറ്ററിൽ ആകെ ഒറ്റ ഫോർവേഡ് മാത്രമേ ഉള്ളൂ. G1 G2 G3 G4 എല്ലാത്തിലും G1 G2 G3 4 ഉണ്ട്. അപ്പൊ എലിമിനേറ്റ് ചെയ്യാന്നില്ല. പിന്നെ ലൂപ്പ് 1 മൈനസ് G3 G4 H1. പിന്നെ ഇതെല്ലാം പറഞ്ഞാൽ ഫുൾ ആയിട്ട് മൈനസ് ആണ് ഉണ്ട്. ഞാൻ അത് ഇതിന് പകരം മൈനസ് ഞാൻ ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്തേക്കുന്നത്. പിന്നെ G2 G3 മൈനസ് H2 മൈനസ് മൈനസ് പ്ലസ് ആയി. G2 G3 H2 പ്ലസ്, സോറി പ്ലസ് അല്ല മൈനസ് ആവട്ടെ, നമുക്ക് നോക്കാം. അത് G1 G2 G3 G4 മൈനസ് H3 അത് പ്ലസ് ആയി അല്ലേ? G2 G1 G3 G4 H3 അതിലേതാ ഉള്ളത്? പിന്നെ 2 നോൺ ടച്ച് ലൂപ്പ് ഒന്നും ഇല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, തെറ്റിക്കല്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. 52 നോക്ക്. ദ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ഓഫ് ദി ആംഗുലർ വെലോസിറ്റി ആണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ആംപ്ലിറ്റ്യൂഡിന്റെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓപ്ഷൻ എ തന്നെയാണ് വരുന്നുണ്ടാവുക. ദ ഡാമിംഗ് റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. 53. ഡാമിംഗ് റേഷ്യോ എത്ര കിട്ടാം? ഒമേഗന്റെ വാല്യൂ 100 എന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ഒമേഗന്റെ വാല്യൂ 100. 2 ഡെൽറ്റ ഒമേഗന്റെ വാല്യൂ എത്ര? 140 കിട്ടി. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 140 ബൈ 2 ഇൻറ്റു 100. 1.4 ബൈ 2.7 കിട്ടും. ഓപ്ഷൻ ഡി കിട്ടും. ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇൻ ദ യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് ഫോർ ദ സിസ്റ്റം പ്രസന്റ് ഇൻ ഫിഗർ ബിലോ വിൽ ബി. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും ടെൻസ് ടു 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 1 ബൈ, നമുക്ക് ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ 1/20 തരും. 1/20 പ്ലസ് 1/20 GOS ബൈ 1 പ്ലസ് GOS HOS അല്ലെ? അപ്പൊ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 1/20 കണ്ടൊക്കെ, അപ്പൊ 1/21 എന്ന രീതിയിൽ കിട്ടുന്നതാണ്. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത പ്രശ്നം നോക്കാം. 55. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നതുകൊണ്ടാണ്. ഓക്കെ, ബൈ വാട്ട് ഫാക്ടർ ഷുഡ് ദ ഗെയിൻ കെ ബി മൾട്ടിപ്ലൈഡ് ഫോർ ഡാമേജ് റേഷ്യോ ടു ബി ഇൻക്രീസ്ഡ് ഫ്രം 0.2 to 0.8? ഓക്കെ, 0.2 to 0.8 in the closed loop transformation given by k by t divided by എസ് സ്ക്വയർ പ്ലസ് എസ് ബൈ ടി പ്ലസ് കെ ബൈ ടി എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പം കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ ഒമേഗന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഒമേഗന്റെ വാല്യൂ റൂട്ട് കെ ബൈ ടി എന്ന് കിട്ടും. അതേപോലെ അപ്പോൾ 2 ഡെൽറ്റ ഒമേഗന്റെ വാല്യൂ കണ്ടുപിടിച്ച് ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് വീണ്ടും എന്താ നമ്മൾ രണ്ടാമത്തെ അപ്പൊ അതിന് നമ്മൾ 0.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ എന്താ വീണ്ടും ചെയ്യുക, പോയിന്റ് ചെയ്യുമ്പോൾ നമുക്കത്, സോറി, ഏറ്റവും ആദ്യ കേസിൽ 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കേസിൽ 0.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് കെ ടി സൈക്കോട്ട് 1 ബൈ എന്നുള്ള ഒരു വാല്യൂ കിട്ടുന്നുണ്ടാവും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിന്റെ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് അവിടെ 1/60 എന്നുള്ള രീതിയിൽ അവിടെ കിട്ടുന്നുണ്ടാവും. നമുക്ക് ഓപ്ഷൻ ഡി ആണ് കിട്ടുന്നുണ്ടാവുക. ഓക്കെ, വേറെ മെത്തേഡ് ഒന്നും ആരും അറിയില്ല, ഞാൻ നോക്കിയിട്ട് ആയതെല്ലാം പറഞ്ഞുതരാം. എനിക്ക് 1/60 അത് കിട്ടും. ഫോർ ക്രിട്ടിക്കൽ ഡാംഡ് സിസ്റ്റം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അൺഡാംഡ്, അണ്ടർ ഡാംഡ്, ക്രിട്ടിക്കൽ ഡാംഡ്, ഓവർ ഡാംഡ് അല്ലെ? അൺഡാംഡ്
അണ്ടർ ഡാംഡ്, ക്രിട്ടിക്കൽ ഡാംഡ്, ഓവർ ഡാംഡ്. ക്രിട്ടിക്കൽ ഡാംഡ് ആകുമ്പോൾ നേരം നിൽക്കാം റിയൽ ആൻഡ് റിപ്പീറ്റഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. 56 ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. ഇനിയിപ്പോ 57 ഓപ്പൺ ലൂപ്പ് ട്രാൻസ്മിഷൻ തന്നിട്ടുണ്ട്. ഗെയിൻ മാർജിൻ 20 dB ആകുമ്പോഴുള്ള കെയുടെ വാല്യൂ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 2.5 എന്ന രീതിയിൽ അവിടെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നു. 58 the gain is increased from 100 to 1000 in the system closed loop transmission. The damage ratio and natural frequency. ഇതിൽ നാച്ചുറൽ ഫ്രീക്വൻസി എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും കൂടും. അപ്പോൾ 2 ഡെൽറ്റ ഒമേഗ എൻ കിട്ടിയാൽ ഡെൽറ്റ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഒമേഗ എൻ ആണ് അല്ലെ? അപ്പൊ ഒമേഗ എൻ കൂടുമ്പോൾ ഡെൽറ്റയുടെ വാല്യൂ എന്തെങ്കിലും കുറയും. അപ്പോൾ ഡാമേജ് റേഷ്യോ ഡിക്രീസ് ചെയ്യും, നാച്ചുറൽ ഫ്രീക്വൻസി എന്തെങ്കിലും സ്വാഭാവികത്തോടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടാവും. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. 57 sorry, 59 the steady state output of the output corresponding to the unit step input for a system whose forward path transformation is 20 by s square and feedback path transformation is s plus 5. ഇതായിരിക്കും ആൻസർ വരിക. ഇതൊന്നുമില്ല, നമുക്ക് അവിടെ ട്രാൻസ്ഫോർമേഷൻ എടുത്താൽ മതി. ഫോർവേഡ് പാത്ത് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് 20 by s square ബൈ 1 plus 20 by s square into s plus 5 എന്നുള്ള രീതിയിൽ അല്ലെ? അപ്പൊ s square കട്ടായി പോകുന്നുണ്ടാവും. ബാക്കി s tends to 0 കൊടുത്തു കഴിഞ്ഞാൽ 20 by 100 വരും. 20 by 100 വെച്ചാൽ 0.2 എന്നുള്ള രീതിയിൽ വരും. ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് ഗെയിൻ കെ സാറ്റിസ്ഫൈങ് കെ വി ഗ്രേറ്റർ ദാൻ 10 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന സ്റ്റേബിൾ ക്ലോസ് ലൂപ്പ് ഓപ്പറേഷൻ ഫോർ യൂണിറ്റ് ഫീഡ്ബാക്ക് സിസ്റ്റം ഈസ്. നമുക്ക് ആർ എസ് റേറ്റർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇല്ല ഈ 3 ഇതും കിട്ടുന്നുണ്ടാവില്ല. എനിക്കൊന്ന് ഗ്രേറ്റർ ദാൻ 100 അങ്ങനെ എന്തോ വരുന്നുണ്ടാവുക, വലിയ വില വരുന്നുണ്ടാവുക. ഓക്കെ, 61 ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. എ ആണോ സി ഡി ആണോ എന്നൊന്നും ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇതിൽ എനിക്കൊന്ന് ഡി ആണോ എല്ലാവരും ഡൗട്ട് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, പ്രൊഫഷണൽ എ ആണ് കൊടുത്തതെന്ന് തോന്നുന്നു. ഓക്കെ, 62 the displacement angle of third harmonic in a single phase full converter for a firing angle of 50 degree will be എന്ത് വരിക? തേർഡ് ഹാർമോണിക് ആണ്, അപ്പൊ 45 ആയിരിക്കും വരുന്നുണ്ടാവുക. The ripple frequency of three phase full converter operating at 60 hertz will be എന്താ വരിക? നമ്പർ ഓഫ് പൾസസ് എന്ന് പറയുമ്പോൾ 6 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ 6 into 60 എന്ന് പറയുമ്പോൾ 360 ഹെഡ്സ് ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, 64 ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണ്. സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആകുമ്പോൾ വി ഔട്ട് ബൈ വി ഇസ് ഈക്വൽ ടു ഡി ആണ് കിട്ടുന്നുണ്ടാവുക അല്ലെ? അത് അവിടെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഔട്ട് ബൈ വി ഇസ് ഈക്വൽ ടു ഡി ആണ്. ഇതിലിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടുന്ന ഇൻപുട്ട് റെസിസ്റ്റൻസ് ആണ് വേണ്ടുന്നത്. ഇൻപുട്ട് റെസിസ്റ്റൻസ് പറയുമ്പോൾ വി സീറോ ബൈ ഡി ആണ്. അപ്പൊ വി സീറോ ഇൻ ടേംസ് ഓഫ് ആർ ആണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ലോഡ് റെസിസ്റ്റൻസ് ആർ ആണ്. അപ്പൊ ആർ ബൈ ഡ്യൂട്ടി സൈക്കിൾ ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, വിച്ച് പി ഡബ്ല്യു വിൽ ഹാവ് ബെറ്റർ ഡി സി ബസ് യൂട്ടിലൈസേഷൻ? എസ് വി പി ഡബ്ല്യു ആണല്ലേ? ഓക്കെ, the drive used for pressing operation can be classified as intermittent periodic duty അല്ലെ? ഓക്കെ, 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. A DC shunt motor drives constant load whose torque is constant. When applied voltage is reduced to half the rated voltage, then your armature current will be twice the rated current അല്ലേ വരുന്നുണ്ടാവുക. ഓക്കെ, 68 സ്പീഡ് വേഴ്സസ് ടോർക്ക് ആര്? അപ്പൊ R1 ലെസ് ദാൻ R2 ലെസ് ദാൻ R3 നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ക്യാരയിൽ തന്നെ നമ്മൾ പഠിക്കുന്നതാണല്ലേ. ഇഫക്റ്റ് ഓഫ് ഇൻപുട്ട് ഇംപെഡൻസ് ഓഫ് എൻ ഐഡിയൽ ഓപ്പ് ആമ്പ്. ഐഡിയൽ ഓപ്പ് ആമ്പിന്റെ കേസിൽ ഇൻപുട്ട് ഇംപെഡൻസ് എന്തായിരിക്കണം? ഇൻഫിനിറ്റ് ആയിരിക്കണം. ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്തായിരിക്കണം? ലോ ആയിരിക്കണം അല്ലെ? The mechanism which sets an upper limit to the rate at which the output voltage of an op amp can changes. It is nothing but the slew rate, volt per microsecond അല്ലെ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. 71 a practical voltmeter has finite resistance. What is the impact of this on the measurement? നമുക്ക് കിട്ടുന്ന വോൾട്ട് എന്തായാലും ഷുഡ് ബി ലെസ് ദാൻ ദി ആക്ച്വൽ വോൾട്ട് ആയിരിക്കും വരുന്നുണ്ടാവും അല്ലെ? ഓക്കെ, അതുപോലെ അടുത്ത മൂവിംഗ് അയൺ അമ്മീറ്റർ ഈസ് യൂസ്ഡ് ടു മെഷർ ദ കറന്റ്. ദ റീഡിംഗ് ഓഫ് ദി അമ്മീറ്റർ ഈസ് RMS വാല്യൂ ആയിരിക്കും റീഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെ? അപ്പൊ റൂട്ട് ഓഫ് 1 പ്ലസ് 4 സ്ക്വയർ ബൈ 2 16 ബൈ 2 8 അപ്പൊ 9 വരും. റൂട്ട് 3 ആംബിയർ RMS വാല്യൂ ആണ് മെഷർ ചെയ്യുന്നത്. 73 നോക്ക്. The current flowing through a moving iron ammeter is reversed without changing its magnitude then.
മൂവിങ് അയൺഡേഴ്സിൽ നമ്മൾ ലാബിലൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞല്ലോ നമ്മൾ അതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ കുഴപ്പമില്ല എന്ന രീതിയിൽ അത് അമിറ്റ പോയിന്റ് ഡിഫ്ലക്സിന്റെ സെയിം ഡയറക്ഷൻ ആൻഡ് റീഡ്സ് ദി സെയിം കറന്റ് തന്നെയാണ് വരുന്നുണ്ടാവുക അല്ലെ. ഡി സിയുടെ കേസിലാണ് വ്യത്യാസം വരുന്നുണ്ടാവുക അല്ലെ. എ സിയുടെ കേസിൽ സെയിം ആണ്. 74 നോക്ക്. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. നമ്മള് പി എം എം സി അമ്മീറ്ററിന്റെ കോയിൽ തന്നിട്ടുണ്ട്, ഫ്ലക്സ് ഡെൻസിറ്റി ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ടി ഡി ഇസ് നത്തിങ് ബട്ട് ബീനാന്നുള്ള രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതിലെന്താ കണ്ടുപിടിക്കണ്ടേ? കറന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഐ ഇസ് നത്തിങ് ബട്ട് ടി ഡി ബൈ ബി എൻ എ. ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 4 ആംപിയർ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇത് വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ്, ഏരിയ മില്ലിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ മീറ്റർ സ്ക്വയറിലേക്ക് നമ്മൾ മാറ്റി വരും. ട്രൈ ചെയ്ത് നോക്കുക, കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. 4 ആംപിയർ കിട്ടും. ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വിച്ച് ആർ ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ എക്സ്ക്ലൂസീവ്ലി ഫോർ ഡി സി മെഷർമെന്റ്സ്? പി എം എം സി ഇലക്ട്രോളിറ്റി ടൈപ്പോ? ഓപ്ഷൻ ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. 3 വയർ സിസ്റ്റത്തിൽ മിനിമം നമ്പർ ഓഫ് വാട്ട് മീറ്റേഴ്സ് 2 വാട്ട് മീറ്റേഴ്സ് മതിയാവും അല്ലെ. 2 വാട്ട് മീറ്റേഴ്സ്. ഇതിനടുത്ത് ദ റേഞ്ച് ഓഫ് ദി റീഡിംഗ്സ് ഫ്രം 2 വാട്ട് മീറ്റർ എംപ്ലോയിഡ് ടു മെഷർ പവർ ഇൻ ബാലൻസ് 3 ഫേസ് ലോഡ് ഇസ് √3 + 1 ഈസ് ടു √3 - 1. വാട്ട് ഇസ് ദ പവർ ഫാക്ടർ ഓഫ് ദി ലോഡ്? നമ്മൾ 0, 30, 60, 90 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോ അതിൽ വരുമ്പോൾ പവർ ഫാക്ടർ എത്ര വരിക? ഈക്വൽ, ഡബിൾ, സീറോ, നെഗറ്റീവ് എന്നുള്ള രീതിയിലൊക്കെ. അപ്പോ ഇവിടെ 45ന്റെ കേസിലായി വരുന്നുണ്ടാവും അല്ലെ. 0.707 കിട്ടുന്നുണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അടുത്തത് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ വിത്ത് മീറ്റർ കോൺസ്റ്റന്റ് ഓഫ് 500 റെവല്യൂഷൻസ് പെർ കിലോ വാട്ട് അവർ. മീറ്റർ കോൺസ്റ്റന്റ് നമുക്ക് തന്നിട്ടുണ്ട്, റെവല്യൂഷൻസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. 2000 റെവല്യൂഷൻസ്, വോൾട്ടേജ്, കറണ്ട്, ടൈം തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് എനർജി മീറ്റർ കോൺസ്റ്റന്റ് കെ എസ് തന്നിട്ട് നമ്പർ ഓഫ് റെവല്യൂഷൻസ് ഡിവൈഡഡ് ബൈ പവർ ഇൻറ്റു ടൈം അല്ലെ. പവർ കിലോ വാട്ടിലായിരിക്കണം, ടൈം എന്തായിരിക്കണം? ഹവറിലായിരിക്കണം അല്ലെ. പവർ എന്ന് പറയുമ്പോൾ വി ഐ കോസ് വൈ. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യാം? കോസ് വൈയുടെ വാല്യൂ നിങ്ങൾക്ക് അവിടെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ റെവല്യൂഷൻസ് ഡിവൈഡ് ബൈ കെ ഇൻറ്റു വി ഇൻറ്റു ഐ ഇൻറ്റു ടി ചെയ്യാം. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 0.4 എന്നുള്ള രീതിയിൽ അവിടെ ആൻസർ കിട്ടുന്നുണ്ടാവും. ഓക്കെ, 0.4 എന്നുള്ള രീതിയിൽ അവിടെ ആൻസർ കിട്ടുന്നുണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. 79 നോക്ക്. പവർ ഫാക്ടർ യൂസിങ് ഡിജിറ്റൽ energy meter. The meter constantly samples the instantaneous voltage and currents, then requires calculation of average value of product of instantaneous voltage and current over the period of t, where t is the time period of AC waveforms. Calculation of time, calculation of maximum voltage and maximum current. 1 and 3 അല്ല, ഓപ്ഷൻ സി ആണ് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ. 80. ഇത് ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 വോൾട്ട് ഇതിനോട് ആൻസർ കിട്ടുന്നുണ്ടാവും. ഓക്കെ. അടുത്തത് ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ 0 വോൾട്ടർ സർക്യൂട്ട് 1 - 0 - SN/S അല്ല. ഓക്കെ. സിഗ്നൽ സിസ്റ്റത്തിന് എന്താ മാഗ്നിറ്റ്യൂഡ് 2 ആണ്. അപ്പൊ 2 u ആണ് ഫുൾ ആയിട്ട് എഴുതുന്നുണ്ടാവും. അതിൽ നിന്ന് എന്ത് ചെയ്യാം? ഇവിടെ നിന്നുള്ളത്, അതായത് മൊത്തത്തിൽ പറയണമെങ്കിൽ ഇതിൽ നിന്ന് ഇത് കുറച്ചാണ് അല്ലെ. ഇതെന്താ? 2 u. എന്തുവരും? 2 u(t - 1). അപ്പൊ ഈ ഒരു ഗ്രാഫ് എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറക്കാം. 2 u മൈനസ് 2 u(t - 1) അല്ലെ. സിഗ്നൽസ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടില്ല അല്ലെ. പിന്നെ അടുത്തത് ഇവിടെ എന്താ ഉള്ളത്? സ്കെയിലിംഗ് ആണല്ലേ. അപ്പൊ 1 എന്നത് 0.5 അപ്പൊ 2 ടൈംസ് ആവും. പിന്നെ മാഗ്നിറ്റ്യൂഡ് 1 2 അപ്പൊ 2x ഓഫ് 2t. ഓപ്ഷൻ എ ആണ് വരുന്നുണ്ടാവുക. ഓക്കെ. സിസ്റ്റം തന്നിട്ടുണ്ട്. സിസ്റ്റം എന്താ? സിസ്റ്റം ലീനിയർ അല്ലേ. 85 85 ഡേയ്സിൽ പറയണമെന്നുണ്ടെങ്കിൽ സിസ്റ്റം എന്താ? ലീനിയർ അല്ല. അതേപോലെ എന്താ? ടൈം വേരിയിങ് ആണ് അല്ലെ. അപ്പൊ ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ബോത്ത് എ ആൻഡ് ബി. കാരണം വെച്ചാൽ ടി ഉണ്ടല്ലോ, ടി മുമ്പേ ഉണ്ടായതുകൊണ്ട് നമുക്ക് എന്താ ടൈം ഇൻവേരിയന്റ് നമുക്കവിടെ പറയാൻ പറ്റുന്നുണ്ടാവില്ല. ടൈം വേരിയന്റ് ആണ് വരുന്നുണ്ടാവുക. ഓക്കെ. 86 എന്തൊരു 2π/n is nothing but 7π/4 കിട്ടും. അപ്പൊ n is ഘട്ടത്തിൽ വരും 7/8 എന്നുള്ള ഇതിൽ വരുന്നുണ്ടാവും അല്ലെ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫോർ എ സിഗ്നൽ
എക്സ് സി ഓഫ് ടിയും എക്സോർ ഓഫ് ടിയും. ഇതില് നമുക്ക് ഓപ്ഷൻസ് കിട്ടുന്നുണ്ടോ? ഇവിടെ ഇതിലിപ്പം കൊടുത്തിരിക്കുന്ന ആൻസർ എന്ന് പറയുമ്പോൾ എ ആണ്. എ ആണോ കിട്ടുന്ന എല്ലാവരും ഡൗട്ട് ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാട്ടോ. എനിക്കത് അവിടെ നിൽക്കട്ടെ. 88. 88 400 അല്ലേ വരിക? 88 അവിടെ ഡൗട്ട് ഉണ്ട്, അവിടെ നിൽക്കട്ടെ. 89 നോക്കാം നമുക്ക്. Which of the following signal statement about the signal x of t is correct? The signal will be an energy signal if the total energy of the signal is finite and time average power is zero. ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക. U of n is discrete unit step and U of n is discrete unit pulse. Delta of n ആണ് വരുന്നുണ്ടാവുക. ഇനി അടുത്ത 10ാമത്തെ മൊഡ്യൂളിന്റെ കേസിൽ എൽ വി ഡി ടിന്റെ സെൻസിറ്റിവിറ്റിന്റെ ബേസ് ചെയ്തിട്ട് സെൻസിറ്റിവിറ്റി എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഔട്ട്പുട്ട് ബിക്കംസ് എന്ത് ചെയ്യും? നോൺ ലീനിയർ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി 92 ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ 30 മില്ലി വോൾട്ട് എന്ന രീതിയിലേക്ക് ആൻസർ കിട്ടുന്നുണ്ടാവുക. അതേപോലെ ബാറ്ററി പാക്ക് കൺസിസ്റ്റ് ഓഫ് 4 സെൽസ് ആൻഡ് ഈച്ച് റേറ്റഡ് 3.7 വാട്ട് 2500 മില്ലി ആംപിയർ ഹെൻറി കണക്റ്റഡ് ടു എസ് 2P കോൺഫിഗറേഷൻ. വാട്ട് ഈസ് ദി ടോട്ടൽ വോൾട്ടേജ് ആൻഡ് കപ്പാസിറ്റി ഓഫ് ദി പാക്ക്? ഇതൊന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്ന് പറയാം കേട്ടോ. ഓക്കെ, ചെക്ക് ചെയ്തിട്ട് പറയാം. What happens to capacity and voltage of a battery system when connected in parallel? പാരാറ്റിന്റെ വോൾട്ടേജ് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷെ കപ്പാസിറ്റി എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യുന്ന. ഓപ്ഷൻ ബി ആണ് വരുന്നുണ്ടാവുക. 95. ഹൈ റൈസ് ബിൽഡിംഗ് ദ earthing system is connected to multiple points on the building metal framework to ensure the equipotential bonding throughout the structure. അല്ലെ? 96. The appliance must have a combined power factor of 0.8 or higher എന്നുള്ള രീതിയിലായിരിക്കും ആൻസർ ചെയ്യുന്നുണ്ടാവും. 97 നിങ്ങൾ ചെയ്ത് നോക്കാം. 0.0835 വോൾട്ട് എന്ന രീതിയിൽ അവിടെ ആൻസർ കിട്ടുന്നുണ്ടാവും. 98 അതേപോലെ തന്നെ 240 എന്ന രീതിയിൽ അവിടെ ആൻസർ കിട്ടുന്നുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. 99 1:1 ആണ് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ. 100ാമത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ വർക്ക് സ്പേസ് വിത്ത് ഹൈ സീലിംഗ്സ് വിച്ച് ലൈറ്റിംഗ് സോഴ്സ് ഇസ് മോസ്റ്റ് എഫിഷ്യന്റ് ഫോർ യൂണിഫോം ഇലുമിനേഷൻ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് LED ലാംപ്സ് ആണ് വരുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് എക്സാമിന്റെ ഇത്. നമുക്കിത് ഒന്നും കൂടി വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനാലിസിസ് ചെയ്യാൻ പെട്ടെന്ന് നമ്മൾ സെറ്റ് ആക്കിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ എക്സാമിൽ എത്ര നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്ന് എല്ലാവർക്കും താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇതിൽ നമ്മളിപ്പം പറഞ്ഞതിൽ എന്തെങ്കിലും നമുക്ക് കമന്റ് ചെയ്യാൻ എന്താ പറയണ്ടേ, ചലഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റിയത് നമ്മളല്ലാതെ വേറെ ഏതെങ്കിലും ആൻസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നമ്മളിത് പെട്ടെന്ന് സെറ്റ് ആക്കിയാണ്. ഓക്കെ, അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സെറ്റ് ആക്കി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോ നമുക്കിത് കൂടുതൽ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.